ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബട്ടർ ചിക്കനാണ്. അതിനുവേണ്ടി 1 കിലോ ചിക്കൻ ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. എരിവുള്ള മുളക് പൊടിയാണ് ഇതിലോട്ട് ചേർത്തിരിക്കുന്നത്. കുറച്ച് കളർ കുറഞ്ഞതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം 20-30 മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ബട്ടർ അതിലോട്ട് ചേർത്ത് കൊടുക്കുക. അതൊന്ന് നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് 3 സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ചെറിയ ഒരു ഇളം ബ്രൗൺ ഷെയ്ഡൊക്കെ ആയാൽ മതി. വളരെ നല്ലതുപോലെ ഇത് മൊരിയേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സിലോട്ട് ഒരു 3 ടൊമാറ്റോ ഞാൻ നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ടിട്ട് മിക്സാക്കുക. നമുക്ക് അടുത്തതായി ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് നട്ട്സാണ്. ഞാൻ ഇവിടെ കുറച്ച് കശുവണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കുമത്താൻ വെച്ചിട്ടുണ്ട്. 50 ഗ്രാമോളം വരും. അതും കൂടി നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇങ്ങനെ കുമരാൻ വെച്ചിട്ട് ചേർക്കുമ്പോൾ കുറച്ചത് ഒന്ന് മയപ്പെട്ട് അരഞ്ഞു കിട്ടും. നമുക്ക് ഈ മിക്സൊക്കെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് കുമത്തിയതിന് ശേഷം അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സായി ചെറുതായിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് ആയാൽ മതിയാകും. ഇനി ഞാൻ കുറച്ച് മല്ലിയില അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇനി നമുക്ക് ഇതിൽ ചേർക്കാനുള്ള മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അടുത്തതായി 1/4 ടീസ്പൂൺ ഗരം മസാല അതിലോട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകപ്പൊടി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഈ മിക്സിലോട്ട് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതും കൂടി അതിലോട്ട് കിടന്ന് ഒന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി ഇത് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കാം. ഇത് തണുക്കാനായിട്ട് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതവിടെ ഇരുന്ന് തണുക്കട്ടെ. ആ പാനിലോട്ട് തന്നെ ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് ഓയിൽ ചേർത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്കിനി കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചിക്കൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും ബട്ടറും കൂടെ ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അതുകൊണ്ടാണ് ബട്ടർ ചേർക്കുന്നത്. അതിനുശേഷം ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ചിക്കൻ പീസുകൾ അതിലോട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടി ചിക്കൻ ഇട്ടിട്ടുണ്ട്. ചെറിയ ചെറിയ മുരുകളാവുമ്പോൾ തന്നെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കാം. ഇത് വളരെ നല്ലതുപോലെ മൊരിച്ചെടുക്കില്ല. ഈ ചിക്കൻ നമ്മൾ തൈരൊക്കെ ചേർത്തതായതുകൊണ്ട് ഒന്ന് സോഫ്റ്റായിട്ടിരിക്കും. പിന്നെ ബട്ടറിൽ കിടന്ന് മൊരിയുന്നതായതുകൊണ്ട് വേഗം മൊരിഞ്ഞ് കിട്ടില്ല. ഇച്ചിരി താമസിച്ചേ മൊരിഞ്ഞ് കിട്ടത്തുള്ളൂ. ഈ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്കൊരു അടപ്പ് കൊണ്ട് കവർ ചെയ്ത് വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി മറിച്ച് തിരിച്ചൊക്കെ ഇട്ട് ഈ വെള്ളവും എണ്ണയും ബട്ടറും ഒക്കെ ഒന്ന് വറ്റിച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ആവുന്ന സമയത്തിന് നമുക്ക് തണുക്കാൻ വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സൊക്കെ മിക്സിയുടെ ജാറിലോട്ടിട്ട് അതൊന്ന് നല്ലതുപോലെ അടിച്ചെടുക്കാം. ആ സമയത്തിന് നമ്മുടെ ചിക്കൻ തയ്യാറായിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ ഇത്രയും മൊരിഞ്ഞ് വെന്ത് കിട്ടിയാൽ മതിയാകും. ഈ ചിക്കൻ ഇതുപോലെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്.
ഇനി നമുക്ക് ആ ചിക്കൻ ഫ്രൈ ചെയ്ത പാനിൽ ഞാൻ ആ എണ്ണയൊക്കെ മാറ്റി അതിലോട്ട് തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 3 ഏലയ്ക്ക, ഒരു ബേ ലീഫ്, ഒരു ചെറിയ പീസാണ് ഇട്ടിരിക്കുന്നത്. അത് അത്രയും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ മിക്സിയിലോട്ട് അടിച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആ മിക്സിയിലോട്ട് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ആ മിക്സ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് ഇതിലോട്ട് ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയം ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു പീസ് ബട്ടർ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഞാൻ ഈ ബട്ടർ ചിക്കൻ 1 കിലോ വെക്കുന്നതിന് 50 ഗ്രാം ബട്ടറാണ് ഇതിലോട്ട് മൊത്തം ചേർത്തിരിക്കുന്നത്, കുറച്ച് വീതം. നിങ്ങൾക്ക് അതിൻ്റെ അളവ് വേണമെങ്കിൽ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. അതിനുശേഷം കുറച്ച് ഗരം മസാല ഇതിലോട്ട് മീതെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആ എണ്ണയോട് കൂടി തന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കസ്തൂരി മേത്തി ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതിയാകും. പിന്നെ അതിന് ശേഷം ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമുക്ക് ക്രീമാണ് ഇതിലോട്ട് ചേർക്കുന്നത്. ഞാൻ അമുലിൻ്റെ ക്രീമാണ് എടുത്തു വെച്ചിരിക്കുന്നത്, ഫ്രഷ് ക്രീമാണ്. അത് നമുക്ക് ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്. ക്രീമിൻ്റെ ടേസ്റ്റൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് ചേർക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ക്രീമാണ് ഇതിലോട്ട് ചേർത്തിരിക്കുന്നത്. ക്രീം ചേർത്ത് കഴിഞ്ഞ് പിന്നെ വളരെ നന്നായിട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ആ ക്രീം ഒന്ന് മിക്സായി ഒന്ന് ചെറിയ ചൂടാകുന്നത് വരെ മതിയാകും. ക്രീം ചേർത്തപ്പോൾ തന്നെ നമ്മുടെ ബട്ടർ ചിക്കൻ ഏതാണ്ട് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് അതിനെ ഓഫാക്കിയിടാം. ഇനി ഞാൻ ഒരു ബൗളിലോട്ട് കോരി മാറ്റിയിട്ടുണ്ട്. മീതെ കുറച്ച് ക്രീമും കൂടെയൊക്കെ വെച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റായിട്ടാണ്, വളരെ ഈസി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓണാക്കുക. പുതുതായി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.